യെസ്, അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിട്ടുണ്ട് അല്ലേ? അതാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു ക്ലാസ് ചെയ്യാനുള്ള കാരണം. ഇവിടെ കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് 2020 നോട്ടിഫിക്കേഷൻ വന്ന് 2021 പരീക്ഷ നടന്ന് 22 ലിസ്റ്റ് നിലവിൽ വന്നിട്ടുള്ള ആ ഒരു എക്സാം അതിൻ്റെ രണ്ടാമത്തെ വേർഷൻ, അതായത് സെക്കൻഡ് ഈ വർഷത്തെ പുതിയ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. അതായത് BSc മാത്സ്, BSc സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ BA എക്കണോമിക്സ്, അതുപോലെ തന്നെ കൊമേഴ്സ് BCom ഇത് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ അത്യാവശ്യം ആളുകൾ ഉണ്ടാവും എന്നുള്ളത് ഇതിൽ ഉറപ്പാണ് അല്ലേ? ഇത് ഡിസ്ട്രിക്ട് വൈസ് പരീക്ഷയാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിക്ട് വൈസ് ഇതുവരെ നടന്ന കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും എത്ര അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുണ്ട്, എത്രയാണ് കട്ട് ഓഫ്, അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അല്ലേ? യെസ്, അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിട്ടുണ്ട്. എല്ലാവരും പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. 2025 ജനുവരി 29 വരെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറയുന്നത്. ഇവിടെ നിങ്ങൾ അറിയുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 741/2024 കാറ്റഗറി നമ്പർ. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റാണ്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് സ്റ്റാർട്ടിങ് തന്നെ 31,100 മുതൽ 66,800 വരെയുള്ള സ്കെയിൽ ഓഫ് പേ വരുന്നുണ്ട്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അത്യാവശ്യം നല്ല ഒരു സ്കെയിൽ ഓഫ് പേ ആണ്. പിന്നെ നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് ആണ്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണെന്നുള്ളത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത്. ക്വാളിഫിക്കേഷൻ വരുന്നത് പിന്നെ ഏജ് ആസ് യൂഷ്വൽ നമ്മുടെ HSA പോലെയൊന്നും ഏജിൽ എക്സ്റ്റൻഷൻ കിട്ടില്ല. സാധാരണ ഒരു PSC പരീക്ഷയാണ് ഇത്. ഏജ് ലിമിറ്റ് 19 മുതൽ 36 വയസ്സ് വരെ തന്നെയാണ് ജനറൽ കാറ്റഗറിക്കാർക്ക്. അതർ കാറ്റഗറിക്കാർക്ക് അതിൻ്റെ എലിജിബിൾ ആയിട്ടുള്ള റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇതിൻ്റെ എക്സാം ഒരു എക്സാമേ ഉണ്ടാവുള്ളൂ. പ്രിലിംസ് മെയിൻസ് അങ്ങനെ എക്സാം ഒന്നുമില്ല. ഒരൊറ്റ എക്സാമേ ഉണ്ടാവുള്ളൂ. ആ എക്സാം കഴിഞ്ഞാൽ ഇന്റർവ്യൂ, അങ്ങനെ പോസ്റ്റിംഗ്, അങ്ങനെയാണ് വരിക. പിന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലർ ഡിഗ്രി ഐദർ ഇൻ എക്കണോമിക്സ് ഓർ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ ഇൻ മാത്തമാറ്റിക്സ് ഓർ ഇൻ കൊമേഴ്സ്. കൊമേഴ്സ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കൊമേഴ്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ കൊമേഴ്സിന്റെ കൂടെ എന്തായാലും മിക്കവാറും BComന്റെ കൂടെ ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഡിഗ്രി ആയിരിക്കണം കൊമേഴ്സുകാർക്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചോളൂ. ഇന്റർവ്യൂ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ BA എക്കണോമിക്സ്, BSc സ്റ്റാറ്റിസ്റ്റിക്സ്, BSc മാത്തമാറ്റിക്സ്, BCom വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇത് അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്കും ഈ ഒരു പരീക്ഷ എഴുതാം. ഓക്കെ, ഇതിൽ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ ഓഫ് ഡിഗ്രി ഇൻ കൊമേഴ്സ് വിത്ത് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, അതുപോലെ തന്നെ BSc അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇവരൊക്കെ ഈ ഒരു പോസ്റ്റിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് കേട്ടോ. അതും ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ഡിഗ്രി ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും എടുത്തിട്ട് PG സ്റ്റാറ്റിസ്റ്റിക്സിലോ മാത്സിലോ കൊമേഴ്സിലോ എക്കണോമിക്സിലോ PG എടുത്തു കഴിഞ്ഞാൽ അതിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതായത് ഇപ്പോൾ ചില ആളുകൾ BSc ഫിസിക്സ് എടുത്തിട്ട് പിന്നെ MSc മാത്സ് എടുക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. ചിലപ്പോൾ അവർക്ക് അപ്ലൈ ചെയ്യാനൊന്നും ഇത് പറ്റില്ല. BSc ആണ്, BSc ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്. അത് നിങ്ങളുടെ ഈ സബ്ജക്റ്റ് തന്നെ വേണം. അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്ലൈഡ് മാത്തമാറ്റിക്സിനൊക്കെ പറ്റും, അതൊന്നും കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചോളൂ. ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് അപ്ലൈ ചെയ്യാനുള്ള ആളുകൾ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക. കാരണം മാത്സും സ്റ്റാറ്റിയൊക്കെ പഠിച്ച ആളുകൾക്ക് വളരെ എന്താ പറയുക ചാൻസസ് കുറവാണ് അല്ലേ? അവരുടേതായിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രം വരുന്ന പരീക്ഷകൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ
നന്നായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് വരുന്നത്. പിന്നെ ഡേറ്റ് ഞാൻ പറഞ്ഞു നേരത്തെ 29/1/2025 വരെയാണ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള സമയം. വെബ്സൈറ്റിൽ കൂടെ 1 ടൈം രജിസ്ട്രേഷൻ്റെ കൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഇതിൻ്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ആയിരിക്കും. പഴയ സിലബസ്, അതായത് 2021 നടന്ന പരീക്ഷയുടെ സിലബസ് ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. അതിനകത്ത് 20 മാർക്ക് എക്കണോമിക്സ്, കൊമേഴ്സ് 20 മാർക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് 20 മാർക്ക്, മാത്തമാറ്റിക്സ് 20 മാർക്ക്, GK, റിനൈസൻസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്. ഇങ്ങനെയായിരുന്നു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അത് കൃത്യമായിട്ട് നോക്കി വെച്ചോളൂ. സിലബസ് ഞാനിവിടെ കാണിക്കാം. പഴയ സിലബസ് ആണ്. എക്കണോമിക്സ് ഡിഗ്രി ലെവൽ സിലബസ് ആണ് ഉള്ളത്. എക്കണോമിക്സിന് പാർട്ട് 1 വരുന്നത് 4 മാർക്കിന്റെ ഓരോ മൊഡ്യൂൾ വെച്ചിട്ട് അങ്ങനെ 5 മൊഡ്യൂളാണ് എക്കണോമിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എല്ലാ മൊഡ്യൂളിലും 4 മാർക്കാണ് ഇവിടെ വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഇത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗമാണ് കേട്ടോ. ഈ എക്കണോമിക്സിന്റെ ഭാഗം, എക്കണോമിക്സ് ഒന്നും എനിക്ക് അറിയില്ല എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ മാത്സുകാർക്കും സ്റ്റാറ്റിസ്റ്റിക്സുകാർക്കൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ എക്കണോമിക് അനാലിസിസ്. ഓക്കെ, പിന്നെ അങ്ങനെ 5 മൊഡ്യൂൾ ഉണ്ട്. 4 മാർക്ക് വെച്ച് 20 മാർക്ക് അങ്ങനെ കിട്ടും. പിന്നെ മാത്തമാറ്റിക്സ് നോക്കിക്കോളൂ. മാത്സിന്റെ സിലബസ് ഒക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം, കാരണം എക്കണോമിക്സും കൊമേഴ്സും ഒന്നും എനിക്ക് പറയാൻ അറിയില്ല. മാത്സും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം, വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞുതരാം. ഇവിടെ എല്ലാ മൊഡ്യൂളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 മൊഡ്യൂളാണ്. 5 മൊഡ്യൂളിൽ ഓരോ മൊഡ്യൂളിനും 4 മാർക്കാണ്. കൊമേഴ്സിന് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. 4 മൊഡ്യൂളും 5 മാർക്കും. ബാക്കിയുള്ളതൊക്കെ തിരിച്ച് 5 മൊഡ്യൂളും 4 മാർക്കുമാണ് ഓരോ മൊഡ്യൂളിനും. അപ്പോൾ ഇവിടെ കാൽക്കുലസ് വളരെ ബേസിക് ആയിട്ടുള്ള, അതായത് +1 +2 നിന്ന് പഠിച്ച് നിങ്ങൾ ഡിഗ്രി വരെ പോകുന്ന രീതിയിലുള്ള പോർഷൻസ് മുഴുവൻ, ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ഫസ്റ്റ് +2 ടോപ്പിക്കുകളാണ് മൊത്തം അതിനകത്ത് വരുന്നത്. മുഴുവൻ നിങ്ങൾ പഠിക്കണം. അതിന് 4 മാർക്ക് ഉണ്ട്. പിന്നെ നമ്പർ തിയറി ആൻഡ് ആൾജിബ്ര ഡിഗ്രിയുടെ ടോപ്പിക്സ് ആണ്. ശ്രദ്ധിക്കുക, നമ്മൾ HSA പഠിച്ച ആളുകൾക്ക് ഇത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആൾജിബ്രയാണ് നമ്മൾ പഠിക്കാത്തത്. നമ്പർ തിയറി നമ്മൾ പഠിച്ചതാണ്. നമ്മൾ പഠിച്ച അതേ സാധനം തന്നെ ആയിരിക്കും ഇതിനകത്തും ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്പർ തിയറി ആൻഡ് ആൾജിബ്ര എന്ന് പറയുന്ന ആ ഭാഗം, അതിനകത്ത് നമ്പർ തിയറി നമ്മൾ പഠിച്ച എല്ലാ ടോപ്പിക്കുകളും ഉണ്ട്. പിന്നെ ആൾജിബ്രയുടെ കുറച്ച് ഭാഗങ്ങളുണ്ട്. പോളിനോമിയൽ, ഫാക്ടറൈസേഷൻ, റൂട്ട്സ്, ഗ്രൂപ്പ്, സൈക്ലിക് ഗ്രൂപ്പ്, പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ്, അങ്ങനെ കുറച്ച് പോർഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിന്റെ ക്വസ്റ്റൻ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നോക്കണം. ആൾജിബ്ര നമ്മൾ പഠിക്കണം. പിന്നെ വരുന്ന 4 മാർക്കിന് ലീനിയർ ആൾജിബ്രയാണ്. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചത് തന്നെയാണ്. നമുക്ക് ആ HSAക്ക് പഠിക്കാത്ത ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഡയഗണലൈസേഷൻ മാത്രമാണ് നമ്മൾ പഠിക്കാതിരിക്കുന്നത്. ബാക്കിയെല്ലാം ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പഠിക്കുന്നില്ല. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. റാങ്ക്, നള്ളിറ്റി, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, അല്ലേ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. റാങ്ക്, നള്ളിറ്റി എന്ന് അത്ര വലിയ ബുദ്ധിമുട്ടില്ല, വളരെ ഈസി ആയിട്ട് പഠിക്കാം കേട്ടോ. മെട്രിക്സിന്റെ എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് ഇതിനകത്ത് ആവശ്യം വരും. അപ്പോൾ HSA ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഇത് നിർബന്ധമായിട്ടും എഴുതാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ടും നിങ്ങളിത് പഠിച്ചിരിക്കുക, പിന്നെ അപ്ലൈ ചെയ്തിരിക്കുക, എഴുതുക. ഓക്കെ, ഇനി ഞാൻ ഇതിന് പ്രിപ്പയർ ചെയ്താൽ HSA കൊള്ളാവോ എന്നുള്ള സംശയം ആർക്കും വേണ്ട. രണ്ടും ഒരേ സിലബസ് തന്നെയാണ്. നിങ്ങൾ മാത്സ് സ്റ്റാറ്റിയും അവിടെ പഠിക്കുന്നത് ഇവിടെ പഠിക്കുന്നപ്പോൾ ഒരേ സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ പഠിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുക. റിയൽ അനാലിസിസ് ഉണ്ട്. റിയൽ അനാലിസിസിലെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും, പ്രതീക്ഷിക്കാം നമുക്ക്. പ്രോപ്പർട്ടീസ് ഓഫ് റിയൽ നമ്പേഴ്സ്, റെയ്മാൻ ഇൻറ്റഗ്രൽ ഒക്കെ എന്താ ചോദിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ മുമ്പ് പരീക്ഷ എഴുതിയ ആളുകൾക്ക് അറിയാം. വളരെ കുറച്ച് കാര്യങ്ങളെ ചോദിക്കുള്ളൂ. ഡബിളും ട്രിപ്പിൾ ഇൻറ്റഗ്രലും എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. പിന്നെ കോംപ്ലക്സ് അനാലിസിസ് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിലും എളുപ്പമാണ് പഠിക്കാനായിട്ട്. ഇതൊക്കെ നമ്മൾ HSAയിൽ പഠിക്കും. റിയലും കോംപ്ലക്സും ലീനിയറും ഒക്കെ നമ്മൾ HSAയിൽ പഠിക്കുന്നതാണ്. HSAയിൽ പഠിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇതിൽ ഇല്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാത്തുള്ളൂ. അപ്പോൾ HSAക്കാർ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഇതിൻ്റെയൊക്കെ അപ്ലിക്കൻസ് വളരെ കുറവായിരിക്കും ഇതിൻ്റെയൊക്കെ അപ്ലിക്കൻസ്. ഇതിന് വേറെ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ടല്ലോ, ഡിഗ്രി മാത്രം മതി. BEd അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡിഗ്രി മാത്രം കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറയുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. യെസ്, അപ്പം അങ്ങനെ ആണ് നമ്മുടെ 5 മൊഡ്യൂള് 4 മാർക്ക്. ഓരോ മൊഡ്യൂളും 4 മാർക്ക് വെച്ച് 20 മാർക്ക് മാത്തമാറ്റിക്സ് ഉണ്ട്. കാൽക്കുലസ്, നമ്പർ തിയറി ആൻഡ് ആൾജിബ്ര, ലീനിയർ ആൾജിബ്ര, റിയൽ അനാലിസിസ് ആൻഡ് കോംപ്ലക്സ് അനാലിസിസ്. ഓക്കെ, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സും ഇതുപോലെ തന്നെ 20 മാർക്കിന്റെ പോർഷനാണ്. പക്ഷെ അതിൽ കുറച്ചുകൂടെ ടോപ്പിക്സ് ഉണ്ട്. മൊഡ്യൂൾ വൈസ് ആയിട്ടല്ലാതെ കൊടുത്തിട്ടുള്ളത്. 1, 2, 3, 4, 5 എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നോക്കാം, നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും 2 മാർക്ക്, അതായത് മീൻ, മീഡിയൻ, മോഡ്, സ്ക്യൂനെസ്, കട്ടോസിസ്, കോറിലേഷൻ, റിഗ്രഷൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് 2 മാർക്ക്. പിന്നെ പ്രോബിലിറ്റി തിയറി, അതായത് നമ്മുടെ പ്രോബിലിറ്റി, അതിന്റെ ഡെഫിനിഷൻ, കണ്ടീഷൻ പ്രോബിലിറ്റി, റാൻഡം വേരിയബിൾസ്, എക്സ്പെക്ടേഷൻ, ആ സാധനങ്ങളൊക്കെ അതിന് 4 മാർക്കിന്റെ ചോദ്യം. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ തിയറി, നമ്മുടെ
ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ, ബൈനോമിയൽ, പോയിസോൺ, നോർമൽ, ആ ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം അതിനകത്ത് 4 മാർക്കിന്റെ ചോദ്യം. പിന്നെ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, അതിനകത്ത് 2 മാർക്കേ ഉള്ളൂ, ശ്രദ്ധിക്കുക. പിന്നെ സാമ്പിളിംഗ് തിയറി 2 മാർക്ക്, ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ് എന്ന് 2 മാർക്ക്. വളരെ സിമ്പിൾ ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ടൈം സീരീസ് അനാലിസിസ് 2 മാർക്ക് വരും. ഓരോ ചോദ്യം ചോദിക്കും. വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സും ടൈം സീരീസ് അനാലിസിസും ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അത് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇൻഡെക്സ് നമ്പേഴ്സ് ഒക്കെ ഇതിനകത്താണ് വരുന്നത്. ഓക്കെ, ആ ഇൻഡെക്സ് ലാസ്പേഴ്സ്, പാഷേഴ്സ്, ഫിഷേഴ്സ് നമ്പർ ഇൻഡെക്സിന്റെ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ വർഷവും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതും വളരെ ഈസിയാണ്, 2 മാർക്കിന്റെ ചോദ്യം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കുറച്ച് ടോപ്പിക് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 2 മാർക്കിന്റെ ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ദെൻ പിന്നെ വരുന്നത് കൊമേഴ്സ് ആണ്. കൊമേഴ്സിന്റെ 4 മൊഡ്യൂളുകളാണുള്ളത്. 4 മൊഡ്യൂളുകൾ എനിക്ക് തോന്നുന്നു ഇതും ഡിഗ്രി ലെവൽ തന്നെയാണ്. അധികം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. കൊമേഴ്സുകാർക്ക് അവർക്ക് ഉണ്ടാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. കൊമേഴ്സിന്റെ ക്ലാസ്, സിലബസ് ഡിസ്കഷൻ, എക്കണോമിക്സിന്റെ സിലബസ് ഡിസ്കഷൻ ഒക്കെ നമ്മുടെ ടീച്ചേഴ്സ് തന്നെ ചെയ്യും. ഓക്കെ, അത് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം നമ്മുടെ ക്ലാസ്സിൽ. അപ്പോൾ ഇവിടെ 4 മൊഡ്യൂളുകളാണ് ഉള്ളത് കൊമേഴ്സ്. അതിൽ ഓരോ മൊഡ്യൂളിനും 5 മാർക്ക് വീതം, അങ്ങനെ 20 മാർക്കാണ് നമുക്ക് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, കൊമേഴ്സ് വന്നിട്ടുള്ളത്. ദെൻ പിന്നെ ഒരു 20 മാർക്കിന്റെ പോർഷനും കൂടെ പഴയ സിലബസിൽ ഉണ്ടായിരുന്നു. ഇത് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നറിയില്ല, കാരണം പുതിയ സിലബസ് ഒക്കെ പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുന്ന സമയമല്ലേ ഇപ്പോൾ. അപ്പൊ ഇത് 2021 നടന്ന പരീക്ഷയുടെ സിലബസ് ആണ്. ചിലപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുക. അതല്ലെങ്കിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. വന്നാൽ ചിലപ്പോൾ ഈ ഭാഗങ്ങൾ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. ജനറൽ പാർട്ട്, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരളയാണ് കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്നു. ഇത് ചിലപ്പോൾ ഒഴിവാക്കാനുള്ള സാധ്യത. എന്തായാലും നമ്മളിത് പഠിച്ചു തുടങ്ങാം. ഉണ്ടെങ്കിൽ നമുക്ക് പഠിച്ചു തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം, ഇല്ലെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ വളരെ വൈഡ് ആയിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ജനറൽ നോളജ് എന്ന് പറഞ്ഞിട്ട് ആകെ നിങ്ങൾ പഠിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം മാത്രമാണ് കേട്ടോ. റിനൈസൻസ് ഇൻ കേരള ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, ഇത് നമ്മൾ HSIക്ക് പഠിക്കുന്ന അതേ സാധനം തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ HSIക്ക് വേണ്ടിയും നോക്കേണ്ടത്. അപ്പൊ HSIക്കാർക്ക് ഇത് നഷ്ടം വരില്ല പഠിച്ചാൽ. ഓക്കെ, ഇതെല്ലാം നമ്മൾ HSIക്ക് വേണ്ടി പഠിക്കുന്നതാണ്. അല്ലാത്ത ആളുകൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ജനറൽ PSC പരീക്ഷകളൊക്കെ എഴുതുന്ന ആളുകൾക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. കുറച്ച് പഠിക്കാനുണ്ട് റിനൈസൻസ് വെച്ച്. പിന്നെ ജനറൽ നോളജിനകത്ത് വരുന്നത് കറണ്ട് അഫയേഴ്സ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ്, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ജനറൽ നോളജിൽ നിങ്ങൾ ആ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. വളരെ വൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കേണ്ട, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ മതി. പിന്നെ കറണ്ട് അഫയേഴ്സ്, 1.5 വർഷത്തിന്റെ കറണ്ട് അഫയേഴ്സ് നമുക്ക് കൃത്യമായിട്ട് നോക്കി പോവുകയും ചെയ്യാം. ഇതാണ് നമ്മുടെ സിലബസ്. ഓക്കെ, ഈ സിലബസ് ഒക്കെ നമ്മുടെ ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സിലബസ് നോക്കി പഠിച്ചു തുടങ്ങാം ഇപ്പൊ തന്നെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2022 പരീക്ഷ നടന്നു. 2022 പരീക്ഷ നടന്നിരുന്നു. അതിന്റെ ചോദ്യ പേപ്പറാണ്. അത് നിങ്ങൾ നോക്കുക. 100 മാർക്കിന്റെ ചോദ്യമാണ് ഉണ്ടായിരുന്നത്. 20 മാർക്ക് എക്കണോമിക്സ് ആയിരുന്നു, ആദ്യത്തെ 20 മാർക്ക്. അതിന് ശേഷം വരുന്ന 20 മാർക്ക് മാത്തമാറ്റിക്സ് ആണ്. 20 മാർക്കിന്റെ പോർഷൻസ് വന്നിട്ടുള്ളത്. ഈ കാണുന്ന പോർഷൻസ് ഒക്കെയാണ്, ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മാത്തമാറ്റിക്സിൽ 21 മുതൽ അങ്ങ് എടുക്കേണ്ടത്. ഗ്രൂപ്പ് തിയറിയിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്, നമ്പർ തിയറിയിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്. നമ്പർ തിയറിയിലെ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി, കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. പിന്നെ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിന്റെ ചോദ്യങ്ങൾ, അതുപോലെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഡിറ്റർമിനന്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ഡയഗണലൈസേഷൻ ആണോ ഈ മെട്രിക്സ് എന്നുള്ള, ഡയഗണലൈസബിൾ ആണ് അല്ലെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, മെട്രിക്സിന്റെ സൊല്യൂഷൻ ഓഫ് മെട്രിക്സിന്റെ ക്വസ്റ്റ്യൻസ്, ഫംഗ്ഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ, ലിമിറ്റ്, ഇന്റഗ്രേഷൻ, പിന്നെ അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, കോംപ്ലക്സ് നമ്പേഴ്സിലെ കോംപ്ലക്സ് അനാലിസിസിലെ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുന്ന ചോദ്യം, ഇന്റഗ്രൽ, നമ്മുടെ കോംപ്ലക്സ് ഇന്റഗ്രൽ അല്ലെ, കോഷി ഇന്റഗ്രൽ ഫോമിലൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന ചോദ്യം, ഹാർമോണിക് ഫംഗ്ഷന്റെ ക്വസ്റ്റ്യൻസ്, സിംഗുലാരിറ്റി, സീക്വൻസിന്റെ ലിമിറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം ഡിഗ്രി ലെവൽ സിലബസ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. നോക്കുക, ഇതൊക്കെയാണ് നമ്മുടെ സിലബസിൽ ഉള്ളത്. ഓക്കെ, അത്യാവശ്യം നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗങ്ങളാണ്. സ്റ്റാറ്റിസ്റ്റിക്സും അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ചോദ്യങ്ങളേ ഉള്ളൂ. അത്ര വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം, അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ പിന്നെ കൊമേഴ്സിന്റെ ഭാഗങ്ങൾ വരും. പിന്നെ ലാസ്റ്റ് ഒരു
20 മാർക്കിൻ്റെ ജനറൽ പാർട്ടും ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് എഴുതാവുന്ന പോർഷൻസ് ആയിരിക്കും ഇതിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ കാര്യങ്ങൾ. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്തായിരുന്നു എന്നുള്ളതാണ് അല്ലേ. കട്ട് ഓഫിന്റെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്. ലാസ്റ്റ് ഇയർ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് നടന്നപ്പോൾ ഓരോ ജില്ലയിലും വന്ന കട്ട് ഓഫ് മാർക്ക്. തിരുവനന്തപുരം 24 മാർക്കായിരുന്നു, കൊല്ലം 30.33, പത്തനംതിട്ട 22.33, അതുപോലെ ആലപ്പുഴ 19.33, കോട്ടയം 29, ഇടുക്കി 24, എറണാകുളം 28, തൃശ്ശൂർ 22.33. ഫസ്റ്റ് റാങ്ക് നമ്മുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ. പിന്നെ അതുപോലെ തന്നെ പാലക്കാട് 21, മലപ്പുറം 28.67, കോഴിക്കോട് 24.67, വയനാട് 25.33, കണ്ണൂർ 23.67, കാസർഗോഡ് 27.33. അപ്പോൾ ഒരു 30-ന് താഴെയാണ് കഴിഞ്ഞ വർഷം വന്ന കട്ട് ഓഫ് മാർക്ക് മുഴുവൻ. ഓക്കെ, കാരണം എന്താ, ഇതിൽ മാത്സുകാർ ഉണ്ട്, മാത്സുകാർക്ക് മാത്സും സ്റ്റാറ്റിയും എഴുതാൻ പറ്റും, എക്കണോമിക്സും കൊമേഴ്സും ഒരു സാധനം പറ്റില്ല, അറിയണ്ടാവില്ല അല്ലെ, ഇനി അറിഞ്ഞാൽ തന്നെ അവർ പഠിക്കില്ല മര്യാദയ്ക്ക്, അതുകൊണ്ട് അതും നടക്കില്ല. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സുകാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമിക്സിന്റെ കുറച്ച് ഭാഗങ്ങൾ എഴുതാൻ പറ്റുമായിരിക്കും, എന്നാൽ മാത്സ് കുറച്ചും കിട്ടും, പക്ഷെ കൊമേഴ്സ് ഒന്നും ചിലപ്പോൾ ഒന്നും അറിയണ്ടാവില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ പഠിച്ച സബ്ജക്റ്റ് അല്ലാതെ നമുക്ക് ഒരു ബന്ധമില്ലാത്ത സബ്ജക്റ്റുകൾ വരുന്നതുകൊണ്ടാണ് ഈ കട്ട് ഓഫ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കേട്ടോ. പക്ഷെ എന്നാലും മാക്സിമം നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്ത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കൊമേഴ്സുകാർക്ക് കൊമേഴ്സും പിന്നെ എക്കണോമിക്സും ആയിരിക്കും അവർ പഠിക്കുന്നുണ്ടാവുക. മാത്സും സ്റ്റാറ്റിയൊന്നും ചിലപ്പോൾ മുഴുവനായിട്ട് അവർക്ക് എത്താൻ പറ്റുന്നുണ്ടാവില്ല. എന്നാലും കോമൺ ആയിട്ട് കുറെ കിട്ടും അല്ലേ. എല്ലാവരും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിക്കുന്നതുകൊണ്ട് അത്യാവശ്യം സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടാവും. 20 ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക്. ഓക്കെ, ഇനി എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യം ഇതിന്റെ അപ്പോയിന്റ്മെന്റ് എങ്ങനെയായിരുന്നു, കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന അഡ്വൈസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഓരോ ജില്ലയിലും അഡ്വൈസ്, അതിൽ ഓപ്പൺ കാറ്റഗറി വരുന്ന ലിസ്റ്റാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയാണ് ഇത്. കാസർഗോഡ് ജില്ലയിൽ 6/11/2024 വരെ 28 ടോട്ടൽ അഡ്വൈസ് ആണ് നടന്നത്. അതിൽ ഓപ്പൺ കാറ്റഗറി 17ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എല്ലാ ജില്ലകളിലും നിങ്ങൾ അവരവരുടെ ജില്ല അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ കണ്ണൂർ ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് വന്നിട്ടുള്ളത് 46 അഡ്വൈസ് ആണ്. ഓപ്പൺ കാറ്റഗറിയിൽ 32 വരെ വന്നിട്ടുണ്ട്. റിസർവേഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ വേറെ. അപ്പൊ ഇത് നോക്കുക. അപ്പോൾ കാസർഗോഡ് 28, കാസർഗോഡ് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് റാങ്ക് നമ്മുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ, പത്മശീലൻ. അയാൾ ആ ജോലി ഉപേക്ഷിച്ച് HSA ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോൾ അതിൽ ജോയിൻ ചെയ്തു. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് കുറേ പേര് ജോയിൻ ചെയ്തിട്ട് അത് റിസൈൻ ചെയ്ത് HSAയിലേക്ക് മാറിയ ആൾക്കാരുണ്ട്. കാരണം അതിന്റെ ശേഷമാണ് HSAയുടെ റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പം അങ്ങനെ മാറിയ കുറേ പേരുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്. പാലക്കാടൊക്കെ ഒരുപാട് പേര് അങ്ങനെ മാറിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം വേക്കൻസി ഉണ്ടാവും, വേക്കൻസി വരും. പിന്നെ കണ്ണൂർ ജില്ലയിൽ 46 ആണ്. പിന്നെ വരുന്നത് വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയിൽ കുറവാണ്, 17 അഡ്വൈസ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറിയിൽ 9 റാങ്ക് വരെയാണ് പോയിട്ടുള്ളത്. കോഴിക്കോട് 35 ടോട്ടൽ അഡ്വൈസ് നടന്നിട്ടുണ്ട്. അതിൽ 24 വരെയാണ് ഓപ്പൺ കാറ്റഗറി റാങ്ക് പോയിട്ടുള്ളത്. ഓർക്കുക, വയനാട് ജില്ല, കോഴിക്കോട് ജില്ല. ഓക്കെ, പിന്നെ വരുന്നത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ ടോട്ടൽ 51 അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ 40 റാങ്ക് വരെയുള്ള അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ കൂടുതലാണ് അപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും, അവിടുത്തെ അപ്പോയിന്റ്മെന്റ്സും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പാലക്കാട് ജില്ല 54 അത്യാവശ്യം കൂടുതലാണ് അല്ലെ. അതിൽ 45 ഓപ്പൺ കാറ്റഗറി വന്നിട്ടുണ്ട്, അഡ്വൈസ് വന്നിട്ടുണ്ട്. അത് നോക്കുക. 51, 54 പാലക്കാട് ജില്ല. പിന്നെ തൃശ്ശൂർ ജില്ലയിൽ 45, അതുപോലെ തന്നെ ഓപ്പൺ കാറ്റഗറിയിൽ 32 ആണ് വന്നിട്ടുള്ളത്. തൃശ്ശൂർ ജില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു, കാസർഗോഡിനെ പോലെ തന്നെ. പിന്നെ എറണാകുളം ജില്ലയിൽ 32 ആണ് ടോട്ടൽ അഡ്വൈസ് വന്നിട്ടുള്ളത്. അതിൽ 29 വരെ ഓപ്പൺ കാറ്റഗറി പോയിട്ടുണ്ട്. ഇടുക്കി ജില്ല 21 ടോട്ടൽ അഡ്വൈസ് പോയി. അതിൽ 14 ഓപ്പൺ കാറ്റഗറി വന്നിട്ടുണ്ടായിരുന്നു. കോട്ടയം ജില്ലയിൽ 29 ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൽ 18 ഓപ്പൺ കാറ്റഗറി. എല്ലാ ജില്ലയിലും അത്യാവശ്യം നല്ല അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ എക്സാമുകൾ എഴുതിയ ആളുകൾക്ക് അറിയാം. ഇപ്പോഴും റാങ്ക് ലിസ്റ്റിൽ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. ആലപ്പുഴ ജില്ലയിൽ 24 ഓപ്പൺ കാറ്റഗറി
13. ഓക്കെ, പത്തനംതിട്ടയിൽ ടോട്ടൽ അഡ്വൈസ് നടന്നത് 18, അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ 10 റാങ്ക് വരെ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ തിരുവനന്തപുരം ഏകദേശം 19, എൻ്റെ ഇത് ലിസ്റ്റ് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഏകദേശം 19 റാങ്ക് വരെ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 20നോട് അടുത്ത് കൊല്ലത്തും റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, മീൻസ് ടോട്ടൽ അപ്പോയിൻമെന്റ്സ് നടന്നിട്ടുണ്ട് അഡ്വൈസ് പോയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്ലൈ ചെയ്ത് വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എക്സാം എപ്പോൾ എക്സാം വരും എന്നുള്ളത് നിങ്ങൾ ഒരു ഏകദേശം കാൽക്കുലേഷൻ വെച്ചിട്ട് ഒരു 6 മാസം മിനിമം നിങ്ങൾക്ക് സമയം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. അതിനകത്ത് പരീക്ഷ ഉണ്ടാവും എന്ന് വിചാരിച്ച് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. നല്ലൊരു ചാൻസാണ്. നമ്മൾ മാത്ത് ലേണിംഗ് ആപ്പിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ കംപ്ലീറ്റ് സിലബസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ തുടങ്ങുന്നത് ഈ മാസം 11-ാം തീയതിയാണ്, ജനുവരി 11-ാം തീയതിയാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8943921124 എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അത്യാവശ്യം കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിനകത്ത് തന്നെ കിട്ടും. നമ്മുടെ കോഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഫീ വരുന്നത് 5009 രൂപയാണ്. ഓഫർ ഉണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് നിങ്ങൾക്ക് ഒരു 1000 രൂപയുടെ ഡിസ്കൗണ്ട് അവിടെ വരും. പിന്നെ നമ്മുടെ ഓൾറെഡി HST കോഴ്സ് പർച്ചേസ് ചെയ്ത ആളുകൾക്ക് വീണ്ടും ഓഫർ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഇന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനില്ല. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഉറപ്പ് പറയാൻ പറ്റില്ല. 6 മാസം നമുക്ക് പ്രതീക്ഷിക്കാം, അത്രയും ഉണ്ടാവും. കഴിഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ വന്നിട്ട് 8 മാസമൊക്കെ ആയി നമുക്ക് എക്സാം. 8-9 മാസമായി കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാം നടക്കാൻ കുറച്ച് സമയം എടുത്തു. GK ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ GK ഇൻക്ലൂഡഡ് ആണ്. ഈ കോഴ്സിൽ GK ഇൻക്ലൂഡഡ് ആണ്. ഈ സിലബസിലും GK ഉണ്ട് കേട്ടോ. GKയുടെ കുറച്ച് ഭാഗങ്ങളുണ്ട്. 20 മാർക്കിന്റെ GK ഉണ്ട്. കോഴ്സിൽ GK ഇൻക്ലൂഡഡ് ആണ്. GK സെപ്പറേറ്റ് അല്ല, ഇതിന്റെ കൂടെ തന്നെ വരും, ഈ കോഴ്സിന്റെ കൂടെ തന്നെ. ഓക്കെ, സിലബസ് ഇപ്പോൾ പ്രസന്റ്ലി ഈ സിലബസ് പഴയ സിലബസ് ആണ്. നമുക്ക് കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്തല്ലേ സിലബസ് വരിക. ഓക്കെ, കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്താണല്ലോ നമുക്ക് സിലബസ് വരിക. അപ്പോൾ ഒരു 3 മാസം ഒക്കെ കഴിയുമ്പോഴേക്കും സിലബസ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മിക്കവാറും ഇത് തന്നെയായിരിക്കും സിലബസ്. ചിലപ്പോൾ ചില മാറ്റങ്ങൾ വന്നേക്കാം. എന്നാലും വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഡിഗ്രി സിലബസ് ആയതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് സിലബസ് വരിക. ഇനി ആകെ ഉള്ള ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ 20 മാർക്ക് ഒഴിവാക്കിയിട്ട് 5 മാർക്ക് എല്ലാ സബ്ജക്റ്റിനും കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇല്ല, മാത്സ് സ്റ്റാറ്റി പഠിച്ചവർ എക്കണോമിക്സ് ആൻഡ് കൊമേഴ്സ് പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് ആ എക്കണോമിക്സ് നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്ക് ഇല്ല, 80 മാർക്കിലാണ് നിങ്ങളുടെ പരീക്ഷ. ഓക്കെ, ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച്. കൊമേഴ്സ് നിങ്ങൾ ഒന്നും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 പോയി, 40 മാർക്ക് പോയി, 60 മാർക്കിലാണ് നിങ്ങളുടെ പരീക്ഷ. ഓക്കെ, നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. അതിനകത്ത് ഇപ്പോൾ ചില ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ അതിന്റെ റിവിഷൻ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് നോക്കി എഴുതാൻ പറ്റും. പിന്നെ കുറേയൊക്കെ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. വളരെ വലിയ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. എന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. ഒന്നും അറിയില്ല നമ്മൾ കുത്തിയിരുന്ന് പഠിക്കാനുള്ള സമയം ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിച്ചു പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. HSA മാത്സിന്റെ സെയിം സിലബസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഏകദേശം അതേ സിലബസ് ആണ്, എന്നാൽ സെയിം അല്ല. കാരണം നമുക്ക് അബ്സ്ട്രാക്ട് ആൾജിബ്ര ഗ്രൂപ്പ് അതൊന്നും നമുക്ക് HSAക്ക് പഠിക്കാനില്ല. കോംപ്ലക്സും റിയലൊക്കെ നമുക്ക് അത്യാവശ്യം പഠിക്കാനുള്ളതാണ്. പിന്നെ നമ്പർ തിയറി പഠിക്കാനുണ്ട്. മാത്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്പർ തിയറി പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് വന്നിട്ടുള്ളത് കാൽക്കുലസ് നമുക്ക് വേണം, നമ്പർ തിയറി വേണം, ലീനിയർ ആൾജിബ്ര വേണം,
റിയൽ അനാലിസിസ് വേണം, കോംപ്ലക്സ് അനാലിസിസ് വേണം. മാത്സ് ഏകദേശം സെയിം സിലബസ് പോലെ തന്നെയുള്ളത്. പിന്നെ ആ ഗ്രൂപ്പ് മാത്രമാണ് അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇംഗ്ലീഷിലാണ്, നമ്മൾ പഠിക്കുന്ന HSA മലയാളത്തിലാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സും അത്യാവശ്യം നമുക്ക് നമ്മുടെ HSAയുടെ ഭാഗത്ത് വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ തന്നെ, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് അവിടെ പഠിക്കാനുള്ളതാ, പ്രോബബിലിറ്റി തിയറി പഠിക്കാനുള്ളതാ, ഡിസ്ട്രിബ്യൂഷൻ തിയറി നമുക്ക് പഠിക്കാനുള്ളതാ. പക്ഷെ ഇതിനകത്ത് ചില ഡിസ്ട്രിബ്യൂഷൻസ് ഒന്നും നമുക്ക് അവിടെ ഇല്ല, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ബൈനോമിയൽ, പോയിസോൺ ജോമെട്രിക്, നെഗറ്റീവ് ബൈനോമിയൽ, ഹൈപ്പർ ജോമെട്രിക്, അങ്ങനെ ചില ഡിസ്ട്രിബ്യൂഷൻ, മൾട്ടിനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസ് ഇല്ല. അതുപോലെ തന്നെ ലോഗ് നോർമൽ, ലോജിസ്റ്റിക്, വെയ്ബിൾ, പെരട്ടോ ഡിസ്ട്രിബ്യൂഷൻ, ബൈവേരിയറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനത്തെ ചില സാധനങ്ങളൊന്നും നമുക്ക് അവിടെ പഠിക്കാനില്ല. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ഉണ്ട്, എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഉണ്ട്, സാമ്പിളിംഗ് തിയറി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ് HSAക്ക് പഠിക്കാനില്ല. ഈ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ടൈം സീരീസ്, എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും അവിടെ ഇല്ല. എന്നാൽ നമുക്ക് അതിന് മുകളിലുള്ള ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് HSAക്കും വരുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം. നമ്മൾ 11-ാം തീയതിയാണ് നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് ലൈവും റെക്കോർഡഡും ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. കാരണം ഒരു ദിവസം നമ്മളിപ്പോൾ എല്ലാ സബ്ജക്റ്റും കൂടെ ലൈവ് എടുക്കാൻ നിന്നാൽ നിങ്ങൾക്ക് കണ്ടു തീർക്കാനുള്ള സമയം ചിലപ്പോൾ കിട്ടിക്കോളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചില സബ്ജക്റ്റുകളൊക്കെ ലൈവ് പോകുമ്പോൾ ചിലതൊക്കെ റെക്കോർഡഡ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഡൗട്ടും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. അതൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, എല്ലാ ടീച്ചേഴ്സും വരുന്ന വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാം. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. നമ്മൾ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കും. നമ്മുടെ മാത്വി ലേണിംഗ് PSC എന്ന് പറഞ്ഞ ചാനലിൽ നമ്മൾ കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് ഓഫീസർ, HSAയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പം തന്നെ നോക്കി പഠിച്ച് തുടങ്ങാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇതിനകത്ത് ചോദിക്കാൻ? വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് സിലബസും അതിൻ്റെ പ്രിപ്പറേഷൻ മോഡ്. ഇനി പ്രിപ്പറേഷൻ നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ 100% ആക്കുക. നമുക്ക് മാത്സ് ആണ് നമ്മൾ മെയിൻ എടുത്തിട്ടുള്ളതെങ്കിൽ മാത്സ് കംപ്ലീറ്റ് പഠിക്കുക. 20 മാർക്കാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക. പിന്നെ മാത്സുകാർക്ക് പഠിക്കാൻ പറ്റുന്ന അടുത്ത സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സും പഠിക്കാൻ പറ്റും. 20-ൽ 20 തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ 40 മാർക്ക് മാത്സ് പഠിച്ച ആളുകൾക്ക് മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും പഠിച്ചാൽ കിട്ടും. പിന്നെ ജനറൽ പാർട്ട് ഇപ്പോൾ ഉള്ളത് അത്യാവശ്യം 20 മാർക്കിൽ അത് വളരെ ഡീപ്പായിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. കാരണം ഇങ്ങനത്തെ പരീക്ഷയിൽ ജനറൽ മാത്രം എഴുതിയ ഒരാളും ലിസ്റ്റിൽ വരരുത് എന്നുള്ള ഉദ്ദേശം PSCക്ക് ഉള്ളതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ചോദ്യം, നമുക്ക് HSST പോലത്തെ പരീക്ഷകളിലൊക്കെ വരുന്ന പോലെയുള്ള വളരെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ജനറൽ പാർട്ടിൽ നിന്നും ഉണ്ടാവുക. ഓക്കെ, അത് നമുക്ക് കിട്ടണം എന്ന് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം, എന്നാലേ അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അത് ഉറപ്പിക്കാൻ പറ്റില്ല. അതിനകത്ത് നമുക്ക് ഒരു 5 മാർക്കൊക്കെ മാക്സിമം, അപ്പോൾ ഒരു 45 മാർക്ക് മാത്സ് പഠിച്ച ഒരാൾക്ക് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എക്കണോമിക്സ് ആണ് കുറച്ചും കൂടെ, കൊമേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. എക്കണോമിക്സിന്റെ കുറച്ച് ഭാഗങ്ങളിൽ കുറച്ച് മാത്തമാറ്റിക്സിന്റെ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എക്കണോമിക്സിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യം മീൻ മീഡിയൻ മോഡിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്കണോമിക്സിൽ നിന്നും കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുക. പറ്റുമെങ്കിൽ കൊമേഴ്സിന്റെ ക്ലാസ്സുകൾ കണ്ട്, ഒരു റിവിഷൻ ക്ലാസ്സുകളൊക്കെ കണ്ട് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് പഠിക്കാൻ പറ്റുമോ നോക്കുക. അത് കുറേ തിയറി ടൈപ്പ് ആയിരിക്കും കൂടുതലും. അപ്പം അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ അത്യാവശ്യം കിട്ടുന്ന രീതിയിൽ. അപ്പം മാക്സിമം നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിച്ച ആൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 60 ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. അതിൻ്റെ മുകളിലേക്കൊന്നും മാക്സിമം നമുക്ക് പറ്റില്ല. ഓക്കെ, ടൈം ടേബിളൊക്കെ നമ്മൾ തരും. എങ്ങനെയാണ് ക്ലാസ് വരുന്നതെന്ന് നിങ്ങൾക്ക് ടൈം ടേബിൾ വരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചു പോവാം. ടോട്ടൽ നമ്മളൊരു 4 മാസത്തെ പ്ലാൻ ആയിരിക്കും. 4 മാസം കൊണ്ട് നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ കവർ ചെയ്ത് പോകും. അതിനുശേഷം നമ്മൾ റിവിഷൻ ക്ലാസ്സുകളും എക്സാമുകളും ഒക്കെ ആയിട്ടാണ് ഉണ്ടാവുക. ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിച്ചോ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കൊന്ന് പറയാനുള്ളത്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാലോ. വേറെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ് ടൈം ഡിപ്പെൻസ്. ക്ലാസ് ടൈം നമുക്ക് പറയാം കേട്ടോ. കാരണം നമ്മളിപ്പോൾ HSA രാത്രി 9 മണിക്ക് പോകുന്നത് കൊണ്ട്
9 മണി എന്തായാലും നമുക്കൊരു സമയം ഇടാനായിട്ട് പറ്റില്ല. മറ്റ് ടീച്ചേഴ്സിൻ്റെ കൺവീനിയൻസ് അനുസരിച്ചായിരിക്കും ടീച്ചേഴ്സിൻ്റെ ടൈമുകൾ വരിക. അപ്പോൾ കൊമേഴ്സൊക്കെ മിക്കവാറും പകൽ സമയങ്ങളിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. എക്കണോമിക്സ് രാത്രി ആവാനാണ് സാധ്യത. പിന്നെ ജനറൽ നോളജിൽ GK റിനൈസൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ സാറ്റർഡേ ആയിരിക്കും. സാറ്റർഡേ രാത്രി ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഒരു 8 മണി ആ സമയത്തൊക്കെ ആയിരിക്കും വരിക ക്ലാസ് ഉണ്ടാവുക. അങ്ങനെ ടൈം നിങ്ങൾക്ക് പറയാം. ഞാനൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ടൈം എപ്പോഴാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. കോഴ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമുക്ക് അവിടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. യെസ്, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു. ബൈ ബൈ. ഓക്കെ.